ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. രുതുരാജ് ഗൈക്വാദിന് കീഴിൽ മറ്റൊരു IPL സീസണിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത്. കഴിഞ്ഞ തവണ പ്ലേ ഓഫിന് യോഗ്യത നേടാൻ CSKയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. CSKയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇപ്പോൾ ക്രിക്കറ്റസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ചെന്നൈയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച 3 മിസ്റ്റേക്കുകൾ അതല്ലെങ്കിൽ പോരായ്മകളാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, ഓപ്പണേഴ്സിന് ബാക്കപ്പ് ആയിക്കൊണ്ട് താരങ്ങളെ വാങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ്. ഗെയ്ക്വാദ്, കോൺവേ എന്നിവരാണ് ചെന്നൈയിൽ ഓപ്പൺ ചെയ്യുക. രജിൻ രവീന്ദ്രയെ അവിടെ ലഭ്യമാണ്. എന്നാൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയ മറ്റൊരു ഇന്ത്യൻ താരമില്ല എന്നത് ഒരു പോരായ്മയായി കൊണ്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരിക്കോ മറ്റു പ്രശ്നങ്ങളോ വരുമ്പോൾ വേണമെങ്കിൽ രാഹുൽ ത്രിപാഠിയെ ഈ പൊസിഷനിൽ ഉപയോഗപ്പെടുത്താം. പക്ഷെ അപ്പോൾ മിഡിൽ ഓർഡറിൽ ഒരു അസന്തുലിതാവസ്ഥ രൂപപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ്, വിജയ് ശങ്കർക്ക് വേണ്ടി ബിഡ് ചെയ്തു എന്നതാണ്. 1.2 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു CSK വിജയ് ശങ്കറെ സ്വന്തമാക്കിയത്. പക്ഷെ ഈ താരത്തെ എത്തിച്ചതിൽ പലർക്കും ഇപ്പോൾ വിയോജിപ്പുണ്ട്. ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടും അതിനോട് നീതി പുലർത്താൻ കഴിയാതെ പോയ ഒരു താരമാണ് വിജയ് ശങ്കർ. 72 മത്സരങ്ങൾ IPL ആകെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1115 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 25 അദ്ദേഹത്തിന്റെ ആവറേജ് വരുന്നത്. 39 ഓവറുകൾ എറിഞ്ഞിട്ട് അദ്ദേഹം 9 വിക്കറ്റുകൾ മാത്രമാണ് വീഴ്ത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും നടത്താൻ വിജയ് ശങ്കർക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പകരം മറ്റേതെങ്കിലും മികച്ച ഒരു ഓൾറൗണ്ടറെ കൊണ്ടുവരാമായിരുന്നു എന്ന അഭിപ്രായം ഇപ്പോൾ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, അത് ശിവം ദൂബെയെ അമിതമായി ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ്. മിഡിൽ ഓർഡറിൽ ഒരു പവർ ഹിറ്ററുടെ റോളിലാണ് ശിവം ദൂബെ ഉള്ളത്. എന്നാൽ അദ്ദേഹത്തെ പോലെയുള്ള താരങ്ങളുടെ ഒരു അഭാവം CSKയുടെ മിഡിൽ ഓർഡറിൽ ഉണ്ട്. ധോണി ഉണ്ടെങ്കിലും അദ്ദേഹം അവസാനത്തെ 2-3 ഓവറുകൾ മാത്രമാണ് ബാറ്റ് ചെയ്യുക. വിൽ ജാക്സനെ പോലെയുള്ള ഏതെങ്കിലും ഒരു മികച്ച ഹിറ്റർ ചെന്നൈക്ക് വേണമായിരുന്നു. എന്നാൽ അത് ഗുണം ചെയ്തേനെ എന്നാണ് ക്രിക്കറ്റസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു താരത്തെ ലേലത്തിൽ എടുക്കാത്തത് ഒരു മിസ്റ്റേക്ക് ആയി പോയി എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇത്രയും പോയിന്റുകളാണ്, അഥവാ ഈ ഒരു 3 പോയിന്റുകളാണ് ക്രിക്കറ്റസി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.